إن الحمد لله نحمدك يا من أوضحت لنا سبل الهداية وأوزقت عن بصائرنا خشمة الغوايا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം ജീവിതത്തിലുടനീളം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയും വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. അപ്രകാരം നിഖില മേഖലകളിൽ പടച്ച റബ്ബിനെ യഥാവിധം സൂക്ഷിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മെയ് മാസത്തിൻ്റെ അവസാനത്തിലാണ് നിലകൊള്ളുന്നത്. രക്ഷിതാക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വേനലവധിക്കാലം കഴിഞ്ഞു. കലാലയങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്ന, അതിലേക്ക് വേണ്ട ഒരുങ്ങുന്ന സമയമാണ്. അറിവ് നേടുക, വിജ്ഞാനം നേടുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിമ മനുഷ്യന്റെ കാലം മുതലേ, ആദം അലൈഹിസ്സലാമയുടെ കാലം മുതലേ മനുഷ്യന് നൽകിയ ഒരു സവിശേഷതയാണ്. ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് പകർന്നു കൊടുത്തിരുന്നു എന്ന് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ആദം അലൈഹിസ്സലാമയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമക്ക് മുഴുവൻ പേരുകളും, എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു എന്ന് അല്ലാഹു തആല അവിടെ പറയുകയാണ്. ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കുവാൻ, അറിയുവാൻ നമ്മോട് ഏറെ കൽപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായി വിശുദ്ധ ഖുർആനിലെ ഒരുപാട് വചനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹു തആല സൂറത്തുൽ സുമർ 9-ാമത്തെ സൂക്തത്തിൽ നമ്മളോട് ചോദിക്കുന്നത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരുമായ ആളുകൾ അവർ രണ്ടും സമന്മാരാകുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അവർ സമമല്ല എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകൾ അവരെ മാത്രമേ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
പറയുന്നു. വീണ്ടും അല്ലാഹു തആല സൂറത്ത് റഅദിലൂടെ അതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഖുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ, ഒരു അന്ധനായ ഒരു വ്യക്തിയും കാഴ്ചയുള്ള വ്യക്തിയും തുല്യരാകുമോ? അം ഹൽ തസ്തവിൽ ളുലുമാതി വന്നൂർ, അതേപോലെ ഇരുട്ടും വെളിച്ചവും സമമാകുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോടനുബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ധാരാളമായി ആലോചിക്കുവാനും അതിനെ സംബന്ധിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനുമായി നമ്മളോട് ധാരാളം ഇടങ്ങളിൽ കൽപ്പിക്കുന്നുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയുദബ്ബിറു ആയാതിഹി ലിയുതദക്കറു ഉലിൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. ഇതിലെ ആയത്തുകളെ പറ്റി ചിന്തിച്ച് നോക്കുന്നതിനും ബുദ്ധിമാന്മാർക്ക് അവർക്ക് വേണ്ടി അവർക്കുള്ള ഉത്ബോധനവുമാകുന്നു എന്ന് അവരെ ഒന്നുകൂടെ ഉത്ബുദ്ധരാക്കുവാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട അല്ലാഹു തആല ചോദിക്കുന്ന വേറെ ഒരു ചോദ്യം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ, അതല്ല നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോട് സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ സൂക്തത്തിലൂടെ ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഏകദേശം 24-25 ഇടങ്ങളിൽ അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾക്ക് ചിന്തിക്കുവാൻ വേണ്ടി, ഇൻ കുൻതും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരായിരുന്നുവെങ്കിൽ എന്നുള്ള നിലക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കുവാനായി, ബുദ്ധി ഉപയോഗിക്കുവാനായി നമ്മെ പ്രേരിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ മറ്റെത്രയോ ഇടങ്ങളിൽ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ സൂചനകൾ നൽകുന്നുണ്ട്. ദീനി അറിവിനോടൊപ്പം ഭൗതികമായ മേഖലയിൽ നൈപുണ്യം നേടുക എന്നുള്ളത് സാമൂഹിക ബാധ്യതയാണ് എന്ന് ഇത്തരം ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇമാം ഷാഫിഈ റഹിമഹുമുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം പഠിക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോയിരുന്ന സമൂഹത്തെ അദ്ദേഹം ഉദ്ധരിക്കുകയും അദ്ദേഹം ആ വൈദ്യശാസ്ത്രം പഠിക്കുവാൻ ആ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഏത് പഠനവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നീയത്തിനനുസരിച്ച് അത് അവനെ നാളെ പാരത്രികമായി വിജയിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ളത് ആക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇസ്ലാമിക ലോകത്ത് വിശുദ്ധ ഖുർആനിന്റെ പ്രേരണയിലാണ് യഥാർത്ഥത്തിൽ പഠനവും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ പണ്ഡിതന്മാർ നടത്തുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കുക, പൂർവികരായ നമ്മുടെ ആളുകൾ ഈ ലോകത്ത് മാറ്റിയ വിപ്ലവകരമായ മാറ്റങ്ങൾ, അവരുണ്ടാക്കിയ വിപ്ലവകരമായ പല നിലക്കുമുള്ള നവോത്ഥാനങ്ങൾ, അതൊക്കെയും തന്നെ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളിന്ന് വളരെയധികം ആശ്ചര്യം കൊള്ളുകയും വളരെയധികം അത്ഭുതത്തോടും കൂടി നോക്കിക്കാണുകയും നമ്മുടെ കുട്ടികൾ പഠിക്കുവാൻ വേണ്ടി കയറി ചെല്ലുകയും ചെയ്യുന്ന ആധുനിക യൂറോപ്യന്മാർ, അവർ കാട്ടിലെ കാട്ടുമൃഗങ്ങളെ അമ്പെയ്ത് വേട്ടയാടി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യത്വം അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ തപാൽ സംവിധാനവും സൈനിക രജിസ്റ്ററും ലോകത്താദ്യമായിട്ട് രൂപീകരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നാവിക സൈന്യയെ ആദ്യമായി ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്നും സൈനിക കലാലയങ്ങളിൽ സൈനിക വിദ്യാഭ്യാസം നേടുന്ന ഇടങ്ങളിൽ യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു. ആരുടേത്? ഖാലിദ് ഇബ്നു വലീദ് എന്ന ഇസ്ലാമിലെ യുദ്ധതന്ത്രജ്ഞനായ റളിയല്ലാഹു അൻഹു സ്വഹാബിയായ ഖാലിദ് ഇബ്നു വലീദിന്റെ യുദ്ധതന്ത്രങ്ങളെ സംബന്ധിച്ച് ഇന്നും
പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സൈനിക സ്കൂളുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരം ഒരുപാട് മുന്നേറി, ഒരുപാട് പഠനങ്ങൾ നടത്തി, ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി, പഠിക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച് പഠനരംഗത്ത് മികവ് പുലർത്തുവാൻ വേണ്ടി ഒരുപാട് അന്വേഷണങ്ങളും ചിന്തകളും നടത്തിയവരായിരുന്നു നമ്മുടെ പൂർവികരെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കുവാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് ആ നോക്കി അതിനെല്ലാം നിരീക്ഷിച്ച് പഠിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രേരിപ്പിക്കുന്നുണ്ട്. ആ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ പൂർവികരായ പണ്ഡിതർ, പൂർവികരായ നമ്മുടെ സലഫുകളായ ആളുകൾ അവർ പഠിക്കുകയും അവരേറെ മുന്നേറുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 32-ാം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, വജഅൽന സമാഅ സഖഫൻ മഹ്ഫൂള വഹും അൻ ആയാതിഹാ മുഅരിളൂൻ. അല്ലാഹു തആല പറയുന്നു, വജഅൽന സമാഅ, നാം ആകാശത്തെ ആക്കുകയുണ്ടായി, സഖഫൻ മഹ്ഫൂള, സംരക്ഷിതമായ സുരക്ഷിതമായ ഒരു കവചമാക്കി ആകാശത്ത് നാം ആക്കുകയുണ്ടായി. വഹും അൻ ആയാതിഹാ മുഅരിളൂൻ, ആ ആകാശത്തെ സംബന്ധിച്ചിടത്തോളം, അപ്രകാരമുള്ള ആ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരായ ആളുകൾ, അതേപോലെയുള്ള ആളുകൾ ചിന്തിക്കാതെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു കളയുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതേപോലെ സൂറത്ത് ആലി ഇംറാനിലെ 190-ാമത്തെ വചനം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാപ്പകലുകൾ മാറി മറിഞ്ഞു വരുന്നത്, ഇതിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫഖറൂന അൻ ഖൽഖിസ് സമാവാതി വൽ അർള്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിശ്വാസികളായ ആളുകൾ അവർ ഇരുന്നുകൊണ്ട്, അവർ നിന്നുകൊണ്ട്, അവർ കിടന്നുകൊണ്ട് ആകാശത്തെ സംബന്ധിച്ച്, അതിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, ഭൂമിയെ സംവിധാനിച്ചതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നവരായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിലെ 191 വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ അവസരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ആലോചിച്ച് പ്രവാചകന്റെ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സുജൂദിൽ പോയിട്ട് കരഞ്ഞ് അവിടെയുള്ള മണ്ണുകൾ പോലും കുതിർന്നു പോയി എന്ന് ഈ ആയത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ആകാശത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആന്റെ പ്രേരണ അത് കണക്കിലെടുത്തുകൊണ്ട് ഏകദേശം CE 750 കാലഘട്ടത്തിൽ സമ്രത്ത് ഇബ്നു ജുന്ദ് റളിയല്ലാഹു അൻഹു എന്ന പ്രവാചകന്റെ ഉത്തമമായ സ്വഹാബി, പ്രവാചകന്റെ ഉത്തമമായ അനുയായിയുടെ പേരക്കുട്ടി ഇബ്രാഹിമുൽ ഫസാരി, അദ്ദേഹം ആദ്യമായി ലോകത്തിന് മുന്നിൽ ആസ്ട്രോ ലാബിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ ആസ്ട്രോ ലാബ് പരിചയപ്പെടുത്തിയതിനു ശേഷം ഇസ്ലാമിക സാമ്രാജ്യങ്ങളെ യൂറോപ്യർ കുരിശുദ്ധ കാലഘട്ടത്തിൽ കീഴടക്കുകയും ആ സമയത്ത് അവർ ഈ ആസ്ട്രോ ലാബ് കൊണ്ടുപോയി എന്താണ് ഇതിന്റെ ഉപയോഗമെന്ന് പോലും അറിയാതെ അവരവരുടെ കൊട്ടാരത്തിൽ അലങ്കാര വസ്തുവായി തൂക്കിയിട്ടു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേപോലെയുള്ള എത്രയോ കണ്ടുപിടുത്തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ സൂചനയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നടത്തിപ്പോന്നിരുന്നു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലാണ് ബാഗ്ദാദിൽ പേപ്പറുകൾ അച്ചടിക്കുന്ന ആദ്യത്തെ പ്രസ് രൂപീകരിക്കുന്നത്. ഇതേ കാലഘട്ടത്തിലാണ് ആകാശവുമായി ബന്ധപ്പെട്ട ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനത്തിന് വേണ്ടി പള്ളി മിനാരങ്ങളെ മുസ്ലിം ശാസ്ത്രജ്ഞർ, മുസ്ലിം പണ്ഡിതന്മാർ ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. CE 875 അബ്ബാസ് ഇബ്നു ഫറൻസ് എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ പറക്കുവാനുള്ള ആദ്യത്തെ ശ്രമം ലോകത്ത് നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ശ്രമം അവിടെ പരാജയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു ഗ്ലാഡർ കണ്ടുപിടിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വന്ന പിന്തലമുറക്കാർ പല നിലക്കും പറക്കുവാൻ വേണ്ടിയിട്ട് പലതും ഉപയോഗിച്ച് പോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
പേർഷ്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ ജ്യോതിശാസ്ത്രജ്ഞനായ ഭൗമശാസ്ത്രജ്ഞനായിരുന്ന അബു അബ്ദുള്ള മുഹമ്മദ് ഇബ്നു മൂസ അൽ ഖവാരിസ്മി റഹ്മഹുമുല്ലാ എന്ന പണ്ഡിതൻ. ഈ പേര് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അദ്ദേഹത്തെ ഓർമ്മ വരണമെന്നില്ല, നമുക്ക് ചിലപ്പോൾ അദ്ദേഹത്തെ ഓർക്കണമെന്നില്ല. അൽഗുരിതം എന്ന് കേൾക്കുമ്പോൾ, അൽജിബ്ര എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഓർക്കും. അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമികമായ ദീനീ പഠനങ്ങളും ഭൗതികമായി ഖുർആനിന്റെ സൂചനകൾക്കനുസരിച്ച് ഭൗതികമായി ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും ഭൗമശാസ്ത്രത്തിലും കണ്ടെത്തലുകൾ നടത്തിയ വ്യക്തിത്വമായിരുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ സംവിധാനിച്ചിരിക്കുന്നത് ഈ അൽഗുരിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ അൽഗുരിതം എന്ന് പറയുന്നതിന്റെ അതിന് അടിസ്ഥാനമായ ശിലപാകിയത് ഈ അബു അബ്ദുള്ള മുഹമ്മദ് ഇബ്നു മൂസ അൽ ഖവാരിസ്മി എന്ന ഇസ്ലാമിക പണ്ഡിതനാണ് എന്നുള്ളത് നമ്മളിൽ എത്ര ആളുകൾ ആലോചിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്? ഈ ലോകത്ത് ആദ്യമായിക്കൊണ്ട് ഒരു സർവകലാശാല രൂപീകരിക്കുന്നത് ഫാത്തിമ അൽ ഫിഹ്രി എന്ന് പറയുന്ന മുസ്ലിം വനിതയാണ്. അവരാണ് ഏകദേശം CE 857-59 കാലഘട്ടങ്ങളിലാണ് ഏകദേശം മൊറോക്കോയിലെ ഫെസിൽ അവര് ജാമിയ അൽ ഖവാരീൻ എന്ന് പറയുന്ന സർവകലാശാല സ്ഥാപിക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഖുർആൻ പഠിക്കുവാൻ, ആലോചിക്കുവാൻ, ചിന്തിക്കുവാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ നമ്മൾ എത്ര കണ്ട് ആ വിശുദ്ധ ഖുർആനെ പഠിക്കുവാൻ, ആ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുവാൻ, ആ വിശുദ്ധ ഖുർആനെ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എമ്പാടും ഇടങ്ങളിലൂടെ ചോദിക്കുന്നുണ്ട്, അഫലാ യൻദുറൂന ഇലൽ ലിബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റഫിയത് വ ഇലൽ ജിബാലി കൈഫ നുസിബത്. ആകാശത്തെ സംബന്ധിച്ച്, ഭൂമിയെ സംബന്ധിച്ച്, അതേപോലെ ഒട്ടകത്തെ സംബന്ധിച്ച്, അതേപോലെ ഇതിനെ പർവ്വതങ്ങളെ സംബന്ധിച്ചൊക്കെ പഠിക്കുവാൻ, ആലോചിക്കുവാൻ വേണ്ടി അല്ലാഹു തആല സൂറത്തുൽ ആശിയയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലെയുള്ള സൂചനകളൊക്കെ നമുക്ക് മുമ്പുള്ള പൂർവികർ അതിനെ ഉപയോഗപ്പെടുത്തി അവർ ശാസ്ത്രീയമായ രംഗങ്ങളിൽ മുന്നേറി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മക്കളെ ശാസ്ത്രം പഠിക്കുന്ന മക്കളായി വാർത്തെടുക്കണം. അവരെ കലാലയങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞയക്കുവാൻ തയ്യാറായി നിൽക്കുന്നു. ഈ സമയങ്ങളിൽ ഭാഷയറിയുന്ന, ഗണിതമറിയുന്ന, ശാസ്ത്രമറിയുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറുമ്പോൾ അതോടൊപ്പം തന്നെ ഇതിനെല്ലാം അടിസ്ഥാന ശിലപാകിയ നമ്മുടെ പൂർവികരായ പണ്ഡിതരെയും നമ്മുടെ വിശുദ്ധ ഖുർആനെ കുറിച്ചും എത്ര ആഴത്തിൽ നമ്മുടെ മക്കൾക്കറിയാമെന്നുള്ളത് നാം ആലോചിക്കുക. നമ്മുടെ മക്കൾ പഠിക്കുന്ന സയൻസും ബയോളജിയും സോളജിയും അതെല്ലാം തന്നെ നമ്മുടെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ പലതും നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ സൂചനയിലൂടെയാണ് ആധുനികമായ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതെന്ന് ചരിത്രം പഠിക്കുമ്പോൾ, സത്യസന്ധമായി ചരിത്രത്തെ സമീപിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഭൗതികപരമായ പഠനങ്ങളിൽ മുന്നേറുമ്പോൾ അതോടൊപ്പം തന്നെ ദീനീപരമായ പഠനങ്ങൾക്ക് വേണ്ടി അവരുടെ മനസ്സിനെ നമ്മൾ തുറന്നു കൊടുക്കണം. അവർക്കതിനുള്ള സംവിധാനങ്ങളെ ഒരുക്കി കൊടുക്കണം. നമ്മുടെ മദ്രസ സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം. അതേപോലെ അതിനുശേഷമുള്ള ദീനീ പഠനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം. ഈ ദീന് പഠിച്ച് ആ ദീന ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അല്ലാഹു തആല പറഞ്ഞതുപോലെ ചുറ്റുഭാഗത്തേക്ക് നോക്കി ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ നടത്തുവാൻ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മക്കൾക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ ഖുർആനിന്റെ വക്താക്കളായി, ഖുർആനിന്റെ അഹ്ലുകാരായി മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുഅ്മിനിൻ വമുഅ്മിന. ഒരു വിജ്ഞാനം നേടുക എന്നുള്ളത്, അറിവ് നേടുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതേപോലെ മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവന്വേഷിച്ചൊരു വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരുമെന്നുള്ളതാണ്. വായിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഗ്രന്ഥത്തിന്റെ വക്താക്കളാണ് നമ്മൾ. ആ ഗ്രന്ഥം തന്നെ എത്ര പ്രാവശ്യം നമ്മൾ നേരായ വണ്ണം മനസ്സ് തുറന്ന് വായിച്ചു എന്നുള്ളത്
നാം ഓരോരുത്തരും ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിൽ നരകത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട വിറകുകൊള്ളികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. വലഖദ് സറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിൽ നിന്നും അതേപോലെ മനുഷ്യരിൽ നിന്നും നരകത്തിന് വേണ്ടി ചില വിറകുകൊള്ളികളെ നാം ഒരുക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. എന്നിട്ട് അവരുടെ പ്രത്യേകതയായിക്കൊണ്ട് പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആസാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അല്ലാഹു തആല പറയുകയാണ്, ആ വിറകുകൊള്ളികൾ ആരാന്നറിയുമോ? അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷെ ആ ഹൃദയങ്ങൾ കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ ആ കണ്ണുകൾ കൊണ്ട് അവർ കാണുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, പക്ഷെ അവർ ആ കാതുകൾ കൊണ്ട് കേൾക്കുന്നില്ല. അവരെ മൃഗങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞ് ഖുർആൻ അവസാനിപ്പിച്ചില്ല. ബൽഹും അളൽ, അതിനേക്കാളും മദപ്പതിച്ചു പോയവരാണ് ആ ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ആദ്യം വിശുദ്ധ ഖുർആൻ തുറന്നു വെക്കണം. ആ വിശുദ്ധ ഖുർആന്റെ പഠനങ്ങൾ നമ്മൾ വീടുകളിൽ മാതൃകയായി നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കുന്ന, ഖുർആനെ കുറിച്ചിട്ടാലോചിക്കുന്ന, അതോടൊപ്പം അവർ പഠിക്കുന്ന സയൻസും അവർ പഠിക്കുന്ന മാത്സും അവർ പഠിക്കുന്ന ആസ്ട്രോണമിയും ഇതെല്ലാം ഈ ഖുർആനുമായി ബന്ധപ്പെടുത്തുവാനും ഖുർആനിന്റെ സൂചനകൾ മനസ്സിലാക്കുവാൻ വിധത്തിലുള്ള പഠനങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകണം. അപ്രകാരം പഠിക്കുന്ന, അറിവന്വേഷിക്കുന്നവരായി നാം മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവന്വേഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ആ ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠതയും അതിലെ കർമ്മങ്ങളെ സംബന്ധിച്ചും നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിക്കുകയുണ്ടായി. അറിവുമായി ബന്ധപ്പെട്ട് അറിവ് നേടേണ്ടതിൻ്റെ പ്രാധാന്യം, ഖുർആൻ പഠിക്കുമ്പോൾ ആ ഖുർആനിൽ നാം പഠിക്കുന്ന ഭൗതികമായ ജ്ഞാനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നും അതിനുള്ള സൂചനകൾ ഖുർആനാണ് നൽകിയത് എന്നും ആ സൂചനകൾക്കനുസരിച്ച് പൂർവീകരായ നമ്മുടെ പണ്ഡിതർ അവർ ചെയ്തു പോയ സേവനങ്ങളും അവർ കണ്ടുപിടിച്ച കണ്ടെത്തലുകളുമാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. ഖുർആൻ പഠിക്കുമ്പോൾ ഖുർആനിൻ്റെ ഭാഷയെ പഠിക്കണം. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇന്ന് എത്രയോ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ വരെയുണ്ട്. അതൊക്കെ കണ്ടെത്തുവാനും പഠിക്കുവാനും നമ്മൾ ഒന്ന് മനസ്സിരുത്തണം. നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ച് പഠന സംവിധാനങ്ങളൊക്കെയും നടക്കുന്നുണ്ട്. അതിൽ സുബഹിക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നമ്മളിവിടെ പറയുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മൾ വലിയ പെരുന്നാളിന് ശേഷം പുരുഷന്മാർക്ക് എല്ലാ ശനിയാഴ്ചകളിലും സുബഹിക്ക് ശേഷം ഖുർആൻ പഠന സംവിധാനം ആരംഭിക്കണം എന്ന് ആലോചിക്കുന്നുണ്ട്. അതേപോലെ എല്ലാ ഞായറാഴ്ചകളിലും സുബഹിക്ക് ശേഷം അഖീദയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, തൗഹീദുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ആരംഭിക്കണം എന്ന് നമ്മളുടെ ആലോചനയിലുണ്ട്. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും അസറിന് ശേഷം സ്ത്രീകൾക്ക് ഖുർആൻ പഠന പദ്ധതികൾ നമ്മൾ നടത്തിയിരുന്നു. അതിൽ അധികം ആളുകളും പങ്കെടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ വീടുകളിൽ വിജ്ഞാനങ്ങൾ, നമ്മുടെ മക്കൾ ഖുർആൻ അറിയുന്ന മക്കളായി മാറണമെങ്കിൽ
നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പത്നിമാർ, അവർ ഖുർആൻ അറിയുന്ന വായിക്കുന്നവരായി അവരെ നമ്മൾ മാറ്റണം. അതുകൊണ്ട് അത്തരം സംവിധാനങ്ങളിലേക്ക് നമ്മൾ കുടുംബസമേതം നമ്മളെ മക്കളെയും നമ്മുടെ സ്ത്രീകളെയും എല്ലാവരും അതിൽ പങ്കെടുക്കുകയും പങ്കാളികളാകണം എന്നുകൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മദ്രസ സംവിധാനം നമ്മൾ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ശനി ഞായർ ദിവസങ്ങളിലും അതുപോലെ മറ്റൊഴിവ് ദിവസങ്ങളിലുമാണ് നമ്മൾ മദ്രസ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കളുടെ ഭൗതികമായ പഠനത്തിന് തടസ്സം വരാത്ത രൂപത്തിൽ, അവരുടെ സ്കൂൾ ടൈമിങ്ങിനും മറ്റും തടസ്സമില്ലാത്ത രൂപത്തിൽ, അതോടൊപ്പം തന്നെ നമുക്ക് മദ്രസ പഠനവും ഖുർആൻ പഠനവും ഒക്കെ കൊണ്ടുപോകാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സമയം നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം. ഖുർആനിന് പ്രത്യേകമായ പഠനങ്ങളും കർമ്മകാര്യങ്ങൾക്കുള്ള പ്രത്യേക പരിശീലനങ്ങളുമൊക്കെ നമ്മുടെ മദ്രസയുടെ കീഴിലുണ്ട്. വനിതാധ്യാപികയുടെ ശിക്ഷണവും നമ്മുടെ മദ്രസയിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രദ്ധിക്കണം. വലിയ പെരുന്നാളിന് ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ മദ്രസ ആരംഭിക്കുക എന്നുകൂടി അറിയിക്കുകയാണ്. നല്ല മഴയാണ്. കുറച്ചു മുമ്പ് നല്ല വെയിലായിരുന്നു. നമ്മൾ പലപ്പോഴും വെയിൽ കൂടിയ സമയത്ത് നമ്മൾ അസ്വസ്ഥമായി, നമ്മൾ പല നിലക്കും വെയിലിനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ മഴ ആദ്യം ലഭിച്ചപ്പോൾ ഒരു ആശ്വാസമായി, അധികമായപ്പോൾ ചിലപ്പോൾ നമ്മൾ പല നിലക്കും അതിനെ കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായ ഖുദ്സിയായ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ ഒരിക്കലും കാലത്തെ കുറ്റം പറയരുത്. ഇന്നനി അനദ്ദഹർ, തീർച്ചയായും ഞാനാകുന്നു കാലമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് കാലങ്ങൾ മാറി മറിഞ്ഞു വരും. അതേപോലെ വെയിലും മഴയും ഒക്കെ മാറി മറിഞ്ഞു വരും. അതിനെ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തരുത്. അതിനോടൊപ്പം ചേർന്ന് ജീവിച്ച അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴക്കാർ ഇങ്ങനെ കാണുമ്പോൾ പ്രവാചകൻ വല്ലാത്ത ഒരു വേവലാതിയിൽ, വല്ലാത്തൊരു പ്രയാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കാണുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, എന്തിനാണ് പ്രവാചകരെ താങ്കൾ ഭയപ്പെടുന്നത്? എന്തിനാണ് താങ്കൾ പേടിക്കുന്നത്? അനുഗ്രഹമല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് നമ്മൾക്ക് ചൊരിയാനിരിക്കുന്നത്, സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് മുമ്പുണ്ടായ പൂർവിക സമൂഹത്തിലേക്ക് ഇതേപോലെ കാർമേഘങ്ങളെ അയച്ചപ്പോൾ അവർ സന്തോഷിച്ചു. പക്ഷേ അവർക്കയച്ച ആ കാർമേഘം അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയായി, പരീക്ഷണമായി കൊണ്ടാണ് അവരിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് ഈ കാർമേഘം എൻ്റെ മേൽ, എൻ്റെ സമുദായത്തിന്റെ മേൽ ശിക്ഷയായി മാറ്റരുതേ എന്നുള്ള ഒരു വേവലാതിയിലും ആ പ്രാർത്ഥനയിലുമാണ് ഞാനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഴ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴയെ നീ ഞങ്ങൾക്ക് വർഷിപ്പിക്കണേ എന്നുള്ളതാണ്. ആ പ്രാർത്ഥനകൾ പതിവാക്കുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടു മഴ എത്രത്തോളം നമ്മുടെ നാടുകളിൽ കെടുതികൾ ഉണ്ടാക്കി എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മഴ വർഷിക്കുമ്പോൾ ഈ പ്രാർത്ഥനകളെ അധികരിപ്പിക്കുക. ഇടി, മിന്നൽ അതുപോലെയുള്ള സമയങ്ങളിലൊക്കെ വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ അന്വേഷിച്ച് അതൊക്കെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ പതിവാക്കാൻ ശ്രമിക്കുക. നാഥൻ അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വൈകുന്നേരം 4:30 കേനം കാക്കനാട് മണ്ഡല മുജാഹിദ് സമ്മേളനം മുണ്ടമ്പാലം കരുണാലയത്തിന് സമീപം വെച്ച് നടക്കുകയാണ്. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും മഴ നനയാതെ അത് ശ്രവിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. കുടുംബസമേതം പങ്കെടുക്കുക. ഭക്ഷണത്തിനും മറ്റുമുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഒരുക്കുന്നുണ്ട്. എല്ലാ ആളുകളും അതിൽ ഭാഗവാക്കാകുക. പ്രവാചകന്റെ യഥാർത്ഥമായ സുന്നത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദുമാണ് നമ്മൾ അവിടെ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിലാണ് അത് നടക്കുന്നത്. എല്ലാ ആളുകളെയും ആ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾ ചെറുതും വലുതുമായും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയവരാണ് നാഥ ഞങ്ങൾ.
ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ നന്മകൾ, ഞങ്ങളുടെ സൽപ്രവർത്തികൾ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ സ്വതക്കകൾ എല്ലാം നിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായവർ ബർസഖിന്റെ ലോകത്താണ് റബ്ബേ. അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ സന്തോഷത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ സ്വർഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ശാരീരികമായി മാനസികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ശരീരത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, അവർക്ക് നീ ഹൈറായതിനെ നൽകി, ശമനം നൽകി, ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീയാണ് ശമനം നൽകുന്നവൻ, നീയാണ് ശിഫ നൽകുന്നവൻ റബ്ബേ. എല്ലാ രോഗങ്ങളെ തൊട്ടും നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മുഴുവനും നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരങ്ങൾ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അല്ലാഹുവേ, ആ പ്രയാസങ്ങളിൽ നിന്നും ആ കടങ്ങളിൽ നിന്നും അവരെയൊക്കെ നീ കരകയറ്റി രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. സാമ്പത്തിക മാന്യം അനുഭവിക്കുന്ന, കച്ചവടത്തിൽ മാന്യം അനുഭവിക്കുന്ന കച്ചവടക്കാരുണ്ട് റബ്ബേ. അവരുടെ കച്ചവടത്തിലും സമ്പത്തിലും റബ്ബേ നീ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാന അന്തരീക്ഷം നീ നിലനിർത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സമാധാന അന്തരീക്ഷം നിലനിർത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളായി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇണകളിലും സന്താനങ്ങളും കൺകുളിർമയെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. കൺകുളിർമയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, പട്ടിണിയിൽ കഴിയുന്നവർ, UN-ന്റെ പുതിയ റിപ്പോർട്ടാണ്, എത്രയോ ആളുകൾ, എത്രയോ കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം അവിടെ മരിക്കുന്നുണ്ട് റബ്ബേ. നീയാണ് റിസ്ഖ് നൽകുന്നവർ റബ്ബേ. നീ അവർക്ക് നീ റിസ്ഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്ക് നീ റിസ്ഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അൻത റാസിഖ് യാ റബ്ബ്, അല്ലാഹുമ്മ അൻത റാസിഖ് യാ റബ്ബ്. അല്ലാഹുവേ, അവരെ നീ ഊട്ടണേ റബ്ബേ, അവരെ നീ കുടിപ്പിക്കണേ റബ്ബേ. അവർക്ക് നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഈമാനികമായ സ്ഥൈര്യം നീ ഫലസ്തീനികൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ വാഗ്ദാനം ചെയ്ത ആത്യന്തികമായ വിജയം നീ ഫലസ്തീനികൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ റബ്ബേ, അവർക്കെല്ലാം നീ ഈമാനികമായ കരുത്ത്, സ്ഥൈര്യം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ദീനി അറിവിൽ, വിജ്ഞാനത്തിൽ മുന്നേറുവാൻ നീ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منه والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين. اللهم انصر اخوان المسلمين والمجاهدين في كل مكان. اللهم انصر اخوان المسلمين والمجاهدين في فلسطين. اللهم انصر إخوان المسلمين والمجاهدين في الهند. اللهم دمر أعداءنا أعداء الدين. اللهم حلك اليهود والمشركين. اللهم ألف بين قلوبنا وأصلح ذات بيننا. اللهم ألف بين قلوب المسلمين. اللهم ألف بين قلوب الموحدين. اللهم ألف بين قلوبنا وأصلح ذات بيننا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين. وسلام على المرسلين.